ഒരൊറ്റ ഇസ്മു കൊണ്ട് നമ്മളുടെ കടങ്ങൾ, കോടിക്കണക്കിന് കടങ്ങൾ തീർന്നു കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കടബാധ്യതകൾ തീരാനുള്ള ഏറ്റവും എളുപ്പമാർഗമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതാണ് ദിക്റുല്ലി അദാഇദ്ദൈനി, കടം തീരാനുള്ള ദിക്ർ എന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഉസ്താദേ, എല്ലാ ദിക്റുകളും ഇങ്ങനെ പറയുന്നുണ്ട്, കടം വീടാനുള്ളത്, പ്രയാസം മാറാനുള്ളത്, സാമ്പത്തിക ഉയർച്ച നൽകാനുള്ളത്, ഏതാണ് ഇതിൽ ചൊല്ലേണ്ടത്? വളരെ മഹത്തായ ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ നമുക്കതിൻ്റെ ഉത്തരം പറയാം. വീഡിയോ മുഴുവനായി കേൾക്കുക. കടബാധ്യതയുള്ള നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, കുടുംബാദികളിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവരുടെയും സകല കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകൾ മാപ്പ് ചെയ്തു തരട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറയാം. പല ആളുകളും ഇപ്പോൾ ഈ അടുത്ത് എന്നോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണത്. വളരെ അർത്ഥവത്തായ ചോദ്യം. ചില ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചില ചോദ്യങ്ങൾ ഒരു കഴമ്പുമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഒരു ഗുണമില്ലാത്ത ചോദ്യം. ഇതങ്ങനല്ല. ചോദിച്ചതിൽ കാര്യമുള്ളൊരു ചോദ്യം. അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് പറയാറുണ്ട്. പല ദിക്റുകളുടെ വീഡിയോ പറയാറുണ്ട്, ഇസ്മുകൾ പറയാറുണ്ട്, ദുആകൾ പറയാറുണ്ട്, ഖുർആൻ സൂറത്തുകൾ, ആയത്തുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത് പലതും കടങ്ങൾ തീരാനുള്ളതുണ്ട്, പ്രയാസങ്ങൾ മാറാനുള്ളതുണ്ട്, പ്രശ്നങ്ങൾ തീരാനുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കുറേ സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ, ജോലി കിട്ടാൻ, വിവാഹം ശരിയാകാൻ, അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ ഉസ്താദേ. അപ്പോൾ കുറേ ദിക്റുകൾ പറയുന്നുണ്ട്, കുറേ ദുആ പറയുന്നുണ്ട്. ഇതിലേതാണ് ചെയ്യേണ്ടത്? ഏത് ചെയ്താലാണ് പെട്ടെന്ന് ഫലം കിട്ടുക? ഏതാണ് കൂടുതൽ പവറുള്ളത്? ഇങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന ദിക്റുകളും ദുആകളും എല്ലാം നിങ്ങൾ ചെല്ലണം എന്ന് ഒരിക്കലും പറയൂല. ഇത് നിങ്ങൾ ചൊല്ലിയേ പറ്റുള്ളൂ എന്ന് പറയൂല. നമുക്ക് ആവശ്യമുള്ളവർക്ക് ചൊല്ലാം, ആവശ്യമുള്ളവർക്ക് ഏറ്റെടുക്കാം. അത് ഇന്നത് തന്നെ ചൊല്ലണം എന്നുമില്ല. ഏതാണോ പറ്റുന്നത്, ഏതാണോ കഴിയുന്നത്, ഏതാണോ എളുപ്പമുള്ളത്, ഏതാണോ ചെയ്യാൻ പറ്റുന്നത്, അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒരാൾക്ക് സുബഹി നിസ്കാര ശേഷം ഇത്ര ദിക്ർ ചൊല്ലാൻ ഒരു വീഡിയോ കണ്ടു. അയാൾ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ഉണ്ട്, അപ്പോൾ ചൊല്ലാൻ സമയമുണ്ട്, അയാൾക്കത് ചൊല്ലാം. ഇനി സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ്, അപ്പോൾ ഇരുന്ന് ചെല്ലാൻ സമയമില്ല, അയാൾക്ക് മഗ്രിബ് കഴിഞ്ഞ സമയമുള്ളൂ. അപ്പോൾ മഗ്രിബിന് ശേഷം ചൊല്ലാൻ പറ്റുന്ന ഏതെങ്കിലും ദിക്ർ ഏറ്റെടുത്താൽ മതി. അപ്പോൾ ഏതാണോ ചൊല്ലാൻ കഴിയുന്നത് അത് ചൊല്ലിയാൽ മതി. അതിനെ ചൊല്ലണം എന്ന് നിർബന്ധമല്ല, മറിച്ച് ആവശ്യമുള്ള ആളുകൾക്ക് ചൊല്ലാം. അപ്പോൾ ഈ ദിക്റുകളൊക്കെ മഹത്വമുള്ളതായതുകൊണ്ടാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഈ ദിക്റുകൾക്ക്, അസ്മാഉൽ ഹുസ്നകൾക്കാകട്ടെ, അതുപോലെ തന്നെ ഈ ദിക്റുകൾ, സ്വലാത്തുകൾ, മദ്ഹുകൾ, ഇതിനൊക്കെ ഖുർആൻ്റെ ആയത്തുകൾ, സൂറത്തുകൾ, ഇതിനൊക്കെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളാണ്. അപ്പോൾ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, എന്നെക്കൊണ്ട് വൃത്തിയായത് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് മാത്രം ചെയ്യാം. 1000 10,000 ഒക്കെ ദിക്റുകൾ, എണ്ണം ചൊല്ലേണ്ട ദിക്ർ ഏറ്റെടുത്തിട്ട് ഒരു ദിവസം ചൊല്ലി 2 ദിവസം ചൊല്ലി തീർന്നു, ഖത്തം. അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് 10 എണ്ണേ കണക്കുള്ളൂ. എന്നാൽ ആ 10 എണ്ണം ചൊല്ലുന്നത് നിത്യമായി, ദായിമായി ചെയ്യാൻ പറ്റും. അതിനാണ് പവറുള്ളത്. അല്ലെ 100 എണ്ണേ നിത്യമായി ചെയ്യേണ്ടതുള്ളൂ. അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയും, ആ നിത്യമായി ചെയ്യുന്ന അമല് കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഉറപ്പായും നടന്നു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ കാണാം. നിത്യമായി ദായിമായി ചെയ്യുന്ന അമലുകൾക്കാണ് അള്ളാഹിൻ്റെ അടുക്കൽ കൂടുതൽ കൂലി ലഭിക്കാൻ, അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വീഡിയോ ദിക്റുകൾ, നമ്മുടെ ചാനലിൽ പറഞ്ഞ എല്ലാ ദിക്റുകളും പ്രയോജനമുള്ളതാണ്, ബറക്കത്തുള്ളതാണ്, പോരിശകളുള്ളതാണ്. ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇന്ന് പറയാൻ പോകുന്നത് അദാഉദ്ദൈൻ, കടം തീരാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്റാണ്. 65 തവണ മാത്രം ചൊല്ലാനാണ് പറയുന്നത്. എത്ര തവണ? ദിവസവും 65 തവണ. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ, ഏതാ ദിക്ർ? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരുകളുടെ കൂട്ടത്തിൽ കാണാം എന്ത്? ദയ്യാൻ. ദയ്യാൻ എന്ന ഇസ്മ ഇല്ലേ, നമ്മൾ റാത്തീബുകളിലൊക്കെ കേൾക്കാറുണ്ട്. എന്ത്? യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ദയ്യാൻ എന്ന് പറയുന്നത് കടം വീട്ടിക്കൊടുക്കുന്നവനായ അള്ളാഹ് എന്ന, കടങ്ങളെ വീട്ടിക്കൊടുക്കുന്നവനായ അള്ളാഹ്. അപ്പോൾ ദയ്യാൻ എന്ന ഇസ്മ, യാ ദയ്യാനു എന്ന് ആരെങ്കിലും ഒരാൾ 65 തവണ മുടങ്ങാതെ കൃത്യമായി ചൊല്ലുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കടങ്ങളെ അള്ളാഹു ഒന്നൊന്നൊന്നായി അഴിച്ചു കൊടുക്കും. എത്ര കടങ്ങൾ, കോടിക്കണക്കിന് കടങ്ങളുണ്ടെങ്കിലും അത് മുഴുവൻ തീർന്നു കിട്ടാൻ ഈ ഒരു കുഞ്ഞൻ ദിക്ർ മതിയെന്ന്.
എളുപ്പമുള്ള വഴിയല്ലേ ഇല്ലേ? അപ്പം ജോലി തിരക്കുകൾക്കിടയിൽ പ്രയാസപ്പെടുന്ന, ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ കുറഞ്ഞ സമയം യാ ദയ്യാനു യാ ദയ്യാനു യാ ദയ്യാനു യാ ദയ്യാനു ചെല്ലാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിഹാര മാർഗ്ഗമാണ് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം. ആരെങ്കിലും ഒരാൾ ഇതുകൊണ്ട് അവർക്ക് ഫലം കിട്ടിയാൽ, അവരുടെ കാര്യം നടന്നു കിട്ടിയാൽ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു നമുക്കും അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി പറയുന്നുണ്ട്, ഇതേ ദിക്ർ തന്നെ ആരെങ്കിലും ഒരാൾ 1000 തവണ എന്തെങ്കിലും ഒരു മനസ്സിലൊരു മുറാദ് വെച്ചുകൊണ്ട് 1000 തവണ ഫീ മജ്ലിസിൻ വാഹിദിൻ, ഒരൊറ്റ മജ്ലിസിൽ, അതായത് പല സമയത്തല്ലാതെ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ 1000 തവണ ചൊല്ലി ബഅദ സ്വലാത്തി, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ വലി മുദ്ദത്തി ഉസ്ബൂഇൻ കാമിലിൻ, പൂർണ്ണമായ ഒരാഴ്ചക്കാലം, അതായത് ഒരൊറ്റ ദിവസമല്ല, ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം എപ്പോഴാണോ സമയമുള്ളത് നോക്കിയിട്ട് 1000 തവണ ചൊല്ലാനുള്ള സമയമുള്ള നിസ്കാരം ഏതാണെന്ന് നോക്കിയിട്ട് ആ നിസ്കാരത്തിന് ശേഷം ആ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് 1000 തവണ എന്തെങ്കിലും ഒരു മുറാദ് കൽബിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മ 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാം അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ് ഞാൻ പറഞ്ഞു തന്നത്, യാ ദയ്യാൻ എന്ന ഇസ്മ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. കടങ്ങളുള്ള, പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടങ്ങളിൽ, സാമ്പത്തിക പ്രതിസന്ധികളിൽ കഴിയുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മ കൂടിയിട്ടാണ്. ഇൻഷാ അല്ലാഹു എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ഉമ്മമാരും സഹോദരങ്ങളൊക്കെ വിളിച്ചിട്ട് ഉസ്താദേ ഞങ്ങൾ ഇന്ന ദിക്റുകൾ ചൊല്ലാറുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഈ പറഞ്ഞു കൊടുത്ത് എനിക്കും അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു നൽകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മളെയൊക്കെ കബൂലാക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ, കൂലി ലഭിക്കുന്നവരാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പ്രശ്നപരിഹാരങ്ങൾക്കും മറ്റുമൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്കത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിലും ചെയ്തു വെക്കുക. കാരണം നമ്മൾ ഇതുപോലെ ചെയ്യുന്ന അമലുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എത്താൻ കാരണമായി തീരും ഇൻഷാ അല്ലാഹ് കേട്ടോ. അതുപോലെ കമൻറ്റുകൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇനി സംശയങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ സംബന്ധിച്ച് ഉസ്താദ് ഇന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമോ, അങ്ങനെ സംശയങ്ങളുള്ളതുണ്ടാവില്ലേ, അതൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ദുആ വസിയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് മാക്സിമം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.